ആലപ്പുഴ എന്ന ജന്മനാട്ടിൽ ഇടതുപക്ഷത്തിന്റെ കണ്ണും കരളുമായ വി എസിന്റെ ചേതനയറ്റ ശരീരം ജന്മനാടായ പുന്നപ്രയിലേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ നാടിന്റെ ചെറുപ്പം, അതായത് ഡിവൈഎഫ്ഐ, അവർ ഏറ്റെടുത്തൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാതെ ജനങ്ങൾക്ക് കരുതലായി കൂടെ നിന്നൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു, പുറത്തേക്ക് വന്നില്ല. അതായത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അവരുടെ ഹൃദയമായിട്ടുള്ള വി എസിന്റെ അന്തിമോപചാരം നടക്കുന്ന സന്ദർഭത്തിലും വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഡിവൈഎഫ്ഐ ആരംഭിച്ച പൊതിച്ചോർ പദ്ധതി അതിന് മുടക്കം വരാതെ ആ നാട്ടിൽ നടപ്പാക്കി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. അധികം വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ള എ റഹീം എംപിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ആ സംഘടനയുടെ നന്മയേറിയ ആ പ്രവർത്തനത്തെ കുറിച്ച് അറിയാനായത്. ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഇന്നലെ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർ ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തിയ ദിവസം, പെരുമഴയും ഇടിമുഴക്കമായ മുദ്രാവാക്യങ്ങളും പെയ്തിറങ്ങിയ ദിവസം. പക്ഷേ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ പതിവ് തെറ്റിച്ചില്ല.